എല്ലാം കൊണ്ട് നൈസ് ഒരു ആംബിയൻസിൽ നൈസ് ഒരു ഏരിയയിലാണ് ഈ കോട്ടേജുകളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് അത്യാവശ്യം മലയുടെ ഏറ്റവും ടോപ്പിൽ തന്നെയാണ് ഈ കോട്ടേജുകളെല്ലാം ഉള്ളത് കേട്ടോ. നമ്മുടെ ഓപ്പോസിറ്റുള്ള മലകളൊക്കെ നോക്കിയാൽ നമ്മളെക്കാളും താഴെയാണ് ആ മലകളൊക്കെ നിൽക്കുന്നത്. ഒരു ഇല പോലും ഇപ്പം അരങ്ങുന്നില്ല. രാത്രിയിലും അതായിരുന്നു, കാറ്റൊന്നും ഇല്ലായിരുന്നു, മിസ്റ്റും ഇല്ലായിരുന്നു. പക്ഷെ ടെമ്പറേച്ചർ 10ആണ്. ടെന്നിൻ്റെ കൂടെ കാറ്റും കൂടെ വീശി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് പുറത്തുനിന്ന് ഇറങ്ങി നിൽക്കാൻ പാട്. ഈ ഒരു കോട്ടേജും ഈ ഒരു കോട്ടേജിലുമാണ് നമ്മൾ സ്റ്റേ ചെയ്തത് 4 പേര്. ഇതാണ് നമ്മുടെ കോട്ടേജിൻ്റെ ഇൻസൈഡ് കേട്ടോ. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു ബെഡ്റൂമാണ്, അതോടൊപ്പം തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ മേളിൽ വുഡൻ പാനലും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബാത്റൂം തന്നെ. ബാത്റൂം ആണെങ്കിലും അത്യാവശ്യം ഒരു സൈസൊക്കെ ഉണ്ട് കേട്ടോ. കോട്ടേജിൻ്റെ പുറത്തേക്ക് ഇറക്കുമ്പോൾ ഇതാണ് അതിൻ്റെ സിറ്റ് ഔട്ട് തന്നെ. സിറ്റ് ഔട്ട് 2 ചെയർ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ കോട്ടേജ് നമ്മുടെ കേട്ടോ. ആ 2 കോട്ടേജാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് ഇവിടെ ഒരു കോട്ടേജ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്തെ കോട്ടേജ് 2, 3, 4 അങ്ങനെ അങ്ങ് കുറച്ച് കോട്ടേജ് ഉണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റ് തന്നെ. അപ്പോൾ ഇവിടെ വെച്ചാണ് ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഈ 2 കണ്ടോ, ഇത് 2 ടെൻറ്റ് സ്റ്റേ ആണ് കണ്ടോ. ഇത് ആ റൂം പോലെ തന്നെ ഇരിക്കും, പക്ഷേ ഇത് ടെൻറ്റാണ്, കിട്ടിയൊന്നുമില്ല, ക്ലോത്ത് വെച്ചിട്ടുള്ള പരിപാടി. ഇതും ടെൻറ്റ്. പിന്നെ അതിൻ്റെ ഇവിടെ ഇത് കോട്ടേജ്, അതൊക്കെ കോട്ടേജ്. അവിടെ നിന്നാണ് എൻട്രൻസ് തന്നെ. ഇത്രയും കോട്ടേജാണ് KFDCയിൽ വരുന്നത്. സൂര്യനെല്ലി ആനയിറങ്കൽ ഡാമിൻ്റെ ആ ഒരു ഏരിയ ഉണ്ടോ സൂര്യനെല്ലിയിൽ. കോട്ടേജിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പം നമുക്കുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കണ്ടോ ആ ഒരു ഏരിയ. മലയുടെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. എന്നാലും അവിടെ നിന്നിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ വേറെ മലകളും ഉണ്ട് കേട്ടോ. സൂര്യനെല്ലി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ആ നേരെ കിടക്കണ വഴി തന്നെ വരണം. ലൊക്കേഷൻ ഇട്ടാൽ മതി. ലൊക്കേഷൻ കറക്റ്റായിട്ട് ഇവിടെ നമുക്ക് എത്താനായിട്ട് സാധിക്കും. KFDC സൂര്യനെല്ലി ആനയിറങ്ങൽ ഡാം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഒരു ലൊക്കേഷനകത്തേക്ക് എത്താനായിട്ട് സാധിക്കും കേട്ടോ. ഞാൻ ഒരു കയറ്റവും വളവുമാണ്. ഇങ്ങനെ വളഞ്ഞ് കയറി വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ബോർഡാണ് നമുക്ക് ഈ ഒരു ടേണിങ് നമുക്ക് മിസ്സാവും കേട്ടോ. ഇവിടെ റോട്ടിൽ നിന്ന് ഒരു ചെറിയ ടേണിങ്ങാണ്. അപ്പോൾ നമ്മൾ താഴെ നിന്ന് കയറി വരുമ്പോൾ നമ്മൾ ആ ഒരു ടേണിങ് മിസ് ചെയ്യാൻ നേരെ ചിലപ്പോൾ കയറി പോകും. അപ്പോൾ ഈ ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മൂന്നാർ ഡിവിഷൻ. ആനിറങ്ങ ക്യാമ്പെന്ന് അടിക്കുവാണ് കറക്റ്റ് ഈ ലൊക്കേഷൻ നമുക്ക് എത്താനായിട്ട് സാധിക്കും കേട്ടോ. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്താൽ മതി. സൈറ്റിൽ കയറിയിട്ട് ഈ ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു രീതിയിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഡേറ്റിനും ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ടും സാധിക്കും കേട്ടോ. കമ്പാരിറ്റീവ്ലി ഇച്ചിരി റേറ്റ് കുറവുണ്ട്. അതിനകത്ത് 2 പേർക്കാണ് സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ചെറിയ കോട്ടേജ് അല്ലേ. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 2 കോട്ടേജ് എടുത്തു. അപ്പോൾ 3000 സംതിങ് രൂപ നമുക്ക് കോട്ടേജിന് തന്നെ പോയി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തതിൻ്റെ കൂടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ ഒക്കെ ആയിട്ടുള്ളൊരു പാക്കേജ് എടുക്കണം. എന്നാലാണ് നമുക്ക് ഡിന്നർ കിട്ടണമെങ്കിൽ ആ ഒരു പാക്കേജ് എടുത്താൽ മാത്രമാണ് നമുക്ക് ഡിന്നർ നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇന്നലെ വന്ന് നേരെ സൂര്യനെല്ലി പോയി സാധനം ഫുഡൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ചിവിടെ വന്നു കേട്ടോ. സൂര്യനെല്ലി ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 2-3 കിലോമീറ്ററിനുള്ളിൽ നിൽക്കും. പിന്നെ സൂര്യനെല്ലിക്ക് പോകണം അങ്ങോട്ടൊക്കെ ഒരുപാട് റോഡൊക്കെ പൊളിഞ്ഞ് കിടക്കുവാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ടൗണിൽ പോയിട്ട് തിരിച്ചിങ്ങനെ വരുവാന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഒരു മല കയറി വന്നെന്ന് ഞാൻ പറഞ്ഞില്ല. അവിടെ ഒരുപാട് ഓഫ് റോഡുകളായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്കൊക്കെ നമുക്ക് ടൗണിൽ പോകാം, ഫുഡ് മേടിക്കാനൊക്കെ ആയിട്ട് ടൗണിൽ പോകാം. എന്നിട്ട് ഇങ്ങോട്ട് കയറുക. പിന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഇതിൽ നടക്കാനും ഒക്കെ കുറേ ഏരിയകളൊക്കെ ഉണ്ട്. അതിലൊക്കെ നടന്ന് കാണാനേ പറ്റുള്ളൂ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.